സമ്പൂർണ്ണ പണിമുടക്ക് പ്രഖ്യാപിച്ചതിന് പിന്നാലെ സംസ്ഥാനത്തെ മെഡിക്കൽ കോളേജ് ഡോക്ടർമാരെ ആരോഗ്യമന്ത്രി ചർച്ചയ്ക്ക് ക്ഷണിച്ചിരിക്കുന്നു. തിങ്കളാഴ്ചയാണ് ചർച്ച. ഷിജോ കുര്യൻ ചേരുന്നുണ്ട്. ഷിജോ, വലിയ പ്രതിസന്ധിയിൽ ആരോഗ്യമേഖല നിൽക്കുമ്പോഴാണ് ഈ ഡോക്ടർമാരുടെ സമരവും നടന്നുകൊണ്ടിരുന്നത്. അത് വീണ്ടും തിരിച്ചടിയാവുകയായിരുന്നു വകുപ്പിന്. ഇപ്പോൾ ആരോഗ്യമന്ത്രി ചർച്ചയ്ക്ക് ക്ഷണിച്ചിരിക്കുകയാണ്. എപ്പോഴാണ് ചർച്ച നടക്കുക? കൂടുതൽ വിവരങ്ങൾ. നിരവധിയായിട്ടുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സർക്കാർ മെഡിക്കൽ കോളേജുകളിലെ ഡോക്ടർമാരുടെ സംഘടനയായിട്ടുള്ള KGM-CTA കഴിഞ്ഞ കുറെ നാളുകളായിട്ട് നിസ്സഹകരണ സമരത്തിലാണ്. അവർ കഴിഞ്ഞ ഒക്ടോബർ മാസം 20-ാം തീയതിയും 28-ാം തീയതിയും ഇക്കഴിഞ്ഞ നവംബർ മാസം 5-ാം തീയതിയും OP ബഹിഷ്കരിച്ചുകൊണ്ടുള്ള ഒരു സമരത്തിലേക്ക് പോയിരുന്നു. അതുപോലെ തന്നെ ഔദ്യോഗികമായിട്ടുള്ള മീറ്റിംഗുകളടക്കം ബഹിഷ്കരിച്ചുകൊണ്ടുള്ള ഒരു സമരത്തിലേക്കാണ് KGM-CTA കടന്നിരുന്നത്. അതിന് പിന്നാലെ ഈ ഒരു ഘട്ടത്തിലൊന്നും ഒരിക്കൽ പോലും ആരോഗ്യമന്ത്രി ഇവരെ ചർച്ചയ്ക്ക് വിളിക്കുകയോ ഇവരുമായി ഒരു അനുനയത്തിന് ശ്രമിക്കുകയോ ചെയ്യാത്തതിനെ തുടർന്ന് ഇക്കഴിഞ്ഞ ദിവസം അഖിലേന്ത്യാ തരത്തിലുള്ള ഒരു യോഗം വിളിക്കുകയും അതിന് പിന്നാലെ ഈ വരുന്ന 13-ാം തീയതി ഒരു പണിമുടക്ക്, സമ്പൂർണ്ണ പണിമുടക്കിലേക്ക് കടക്കാനുള്ള തീരുമാനം KGM-CTA എടുക്കുകയും ചെയ്തിരുന്നു. അതിന് പിന്നാലെ നമുക്കറിയാം, സംസ്ഥാനത്തെ സർക്കാർ മെഡിക്കൽ കോളേജുകളിലെ ഡോക്ടർമാരുടെ സംഘടനയായിട്ടുള്ള KGM-CTA സമ്പൂർണ്ണ പണിമുടക്കിലേക്ക് പോയാൽ അത് മെഡിക്കൽ കോളേജുകളിലെ പ്രവർത്തനത്തെയും അവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ അധ്യയനത്തെയും അടക്കം അത് പ്രതികൂലമായിട്ട് ബാധിക്കും. ആ ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ KGM-CTA പ്രതിനിധികളുമായിട്ട് ചർച്ചയ്ക്ക് തയ്യാറാണ് എന്നുള്ള കാര്യം മന്ത്രി വീണ ജോർജ് അറിയിച്ചിരിക്കുന്നത്. ഇതിൽ KGM-CTA ഉന്നയിക്കുന്ന ആവശ്യങ്ങളിൽ ചർച്ചയാകാം എന്നുള്ള കാര്യം മന്ത്രി വീണ ജോർജ് അറിയിച്ചിട്ടുണ്ട്. അതുപ്രകാരം തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 3 മണിക്ക് തിരുവനന്തപുരത്തെ മന്ത്രിയുടെ ഔദ്യോഗിക ചേംബറിൽ വെച്ച് KGM-CTA പ്രതിനിധികളുമായിട്ട് ആരോഗ്യമന്ത്രി വീണ ജോർജ് ചർച്ച നടത്തും. നമുക്കറിയാവുന്നതുപോലെ തന്നെ നിരവധിയായിട്ടുള്ള ആവശ്യങ്ങളുണ്ട്. പുതിയ മെഡിക്കൽ കോളേജിലടക്കം സംസ്ഥാനത്തെ 14 ജില്ലകളിലും മെഡിക്കൽ കോളേജുകളായിട്ടുണ്ട്. ഈ എല്ലാ മെഡിക്കൽ കോളേജുകളിലും ഡോക്ടർമാരുടെ തസ്തിക സൃഷ്ടിക്കുക, ഡോക്ടർ രോഗി അനുപാതം തുല്യമാക്കുക, ശമ്പള കുടിശ്ശിക നൽകുക, ശമ്പള പരിഷ്കരണം നടപ്പിലാക്കുക, അങ്ങനെ തുടങ്ങി നിരവധിയായിട്ടുള്ള ആവശ്യങ്ങളുണ്ട്. അപ്പോൾ ഇതടക്കമുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടായിരുന്നു KGM-CTA ആദ്യഘട്ടത്തിൽ നിസ്സഹകരണ സമരവും പിന്നീട് OP ബഹിഷ്കരണത്തിലേക്കുമൊക്കെ പോയത്. ആ വിഷയത്തിൽ ഇപ്പോൾ ചർച്ചയാകാമെന്ന നിലപാട് ആരോഗ്യമന്ത്രി സ്വീകരിച്ചിട്ടുണ്ട്. ഈ ചർച്ചയിൽ അനുഭാവപൂർവ്വമായിട്ടുള്ള നിലപാട് സ്വീകരിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷേ നിലവിൽ KGM-CTA തുടരുന്ന നിസ്സഹകരണ സമരം അവസാനിപ്പിക്കും. അങ്ങനെ അല്ലെങ്കിൽ അതല്ല എങ്കിൽ കൂടുതൽ ശക്തമായിട്ടുള്ള അനിശ്ചിതകാല സമരത്തിലേക്ക് KGM-CTA പോകാനും സാധ്യതയുണ്ട്. നിലവിൽ എന്തായാലും KGM-CTA ഈ വരുന്ന 13-ാം തീയതി പണിമുടക്ക് പ്രഖ്യാപിച്ച ഒരു സാഹചര്യത്തിൽ കൂടിയാണ് നിലവിൽ ആരോഗ്യമന്ത്രി KGM-CTA ചർച്ചയ്ക്ക് വിളിച്ചിരിക്കുന്നത്. ധന്യ. ശരി ഷിജോ.